ഇനിയെങ്കിലും ദയവേത് ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇത് തന്നെയാണ് കാരണം അനുമോള് പറയുന്നതിനകത്ത് സത്യമുണ്ട്. എല്ലാവരും ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അനുമോൾ കരഞ്ഞ് അലറി വിളിച്ചു പറയുന്നുണ്ട്, അതായത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തത്, എനിക്ക് ഒരു PR-ൻ്റെ നമ്പറും കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് അലറി വിളിച്ചു പറഞ്ഞിട്ട് നൂറ മിണ്ടുന്നില്ലായിരുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടില്ലേ, നൂറ ഓടിപ്പോയി കബോർഡിൽ നിന്ന് ആ പേപ്പർ ആ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോ? അതായത് അനുമോള് പറഞ്ഞതെല്ലാം സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. മനസ്സിലായോ? അതായത് അനുമോള് പറയുന്നുണ്ട് അനുമോൾക്ക് ഇവരുടെ നമ്പറും ഇവർ അനുമോളുടെ നമ്പറുമാണ് കൊടുത്തത്. സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഒരാൾ പുറത്തു പോകുമ്പോൾ നീ ഇറങ്ങി ഉടനെ എൻ്റെ അമ്മയെ വിളിക്കണേ, അല്ലെ ചേച്ചിയെ വിളിക്കണേ, എൻ്റെ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഇറങ്ങും എന്ന് തോന്നുന്ന ആളും പറയടി ഞാൻ എന്തെങ്കിലും പറയണോ, നീ ഇന്നത് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ് ബിഗ് ബോസിനകത്ത്. അപ്പോൾ ആ നൂറ് ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് കണ്ടതാണേ, നമുക്കറിയാം കള്ളമാണ് നൂറയും ആദിലയും പറഞ്ഞതെന്ന്. ഇപ്പം നൂറ തന്നെ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അനുമോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് ഇവർ പറഞ്ഞെന്താ, ആദിലയും നൂറ ആദ്യം പറഞ്ഞെന്താ, അത് അവർ വേസ്റ്റിലിട്ടു എന്ന്. അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നൂറ തന്നെ പോയിട്ട് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്ത് ഉടനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുവാണ്, ആ ടിഷ്യൂ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോയുടെ തുടക്കത്തിൽ. ഇനി പറയും അനുമോള് സത്യമാണോ കള്ളമാണോ പറഞ്ഞത്? ആരാണ് ഇവിടെ ആരെ ചതിക്കാൻ നോക്കുന്നത്? അതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അനുമോളോട് ഇത്രയും ശത്രുത തോന്നുന്നതിന് ഒറ്റ പേരെ ഞാൻ പറയൂ, അസൂയ. വേറെ ഒന്നുമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ജസ്റ്റ് ഒരു അപ്ഡേറ്റുമായി വന്നത് മാത്രം.